ഹായ്, ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ലാസ്റ്റ് കുക്കിംഗ് വീഡിയോ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ അടുക്കളേൻ്റെ ഭാഗത്തോടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടു കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത്തവണ ഞാനത് ചെമ്മീനിലാണ് പരീക്ഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുക്കള ഭാഗത്തോടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ ചെമ്മീൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചെമ്മീൻ റോസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് തോന്നി എടുത്തൊരു വീഡിയോ ആണ്. എനിക്കുണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതുപോലെ തന്നെ 2-3 ഫുള്ളായിട്ടുള്ള കറിവേപ്പിലയുടെ ഇല തണ്ടോട് കൂടി എടുത്തിട്ട് അതിൽ നിന്ന് ഇലകൾ മാത്രമായിട്ട് ഇടുക. അതൊന്ന് വറുത്ത് ചെറുതായിട്ടൊന്നതായിട്ട് അതിൻ്റെ വരുമ്പോഴത്തേക്കും അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് അതിട്ട് നല്ല രീതിക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നല്ലോണം മൂപ്പിച്ച് വരുമ്പോഴത്തേക്കും ചെറുഉള്ളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഏകദേശം ഒരു 10-15 ചെറുഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതിലൂടെ ഇട്ട് നല്ല രീതിക്ക് വഴറ്റിയെടുക്കണം. അതും കൂടി ഇതൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയും എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഓവറായിട്ട് ഇടണ്ട. ഓൾറെഡി നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടും കൂടിയാണ് വേവിക്കുന്നത്. കഴിഞ്ഞൊരു തക്കാളി നീളത്തിൽ എരിഞ്ഞതും കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഒരു ചെറിയ പച്ചമുളക് കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് മേളിൽ വേവിച്ചെടുക്കുക. 2-3 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ഞാനിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഒരു കളർ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇത് കഴിഞ്ഞ് പുളിക്ക് വേണ്ടി ഞാൻ 2-3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അതുകൂടാതെ ഞാൻ ആദ്യം മസാല മിക്സ് ചെയ്തപ്പോൾ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുരുമുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒരു 1-2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്തു.